അങ്ങനെ നമ്മളെ ചെക്കരുത് ണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നിക്കപ്പുറത്തില്ല എന്ന് കണ്ടപ്പോഴേക്ക് ഒരു ചെറിയ സമാധാനം. ട്രെയിനിൽ അയച്ച അത്രയ്ക്കുള്ള സ്ക്രാച്ച് സംഭവമൊന്നുമില്ല. ലോറിയിൽ ഇവനെ മിക്കവാറും ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുപോകുന്ന പോസ്റ്റ് അടിച്ചിരിക്കാന്ന് പറയുമ്പോൾ അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി വാങ്ങിക്കാൻ വന്ന സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ പുലർച്ചെ ഏകദേശം ഇന്നലെ ട്രിപ്പ് പോയി. ഇന്നലെ നമ്മളെ ഫാമിലി ട്രിപ്പ് ഉണ്ടായിരുന്നേ. ഇന്നലെ ഫാമിലി ട്രിപ്പ് പോയി വന്ന് ഏകദേശം 1 മണി 2 മണി ആ ഒരു സമയം വീട്ടിലെത്തി ഞാൻ നേരെ വണ്ടി എടുത്ത് RC എടുത്ത് ഞാൻ ഇറങ്ങി. RC റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഇവിടെയും ഇതാണപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഈ ഒരു വണ്ടി ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇറക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറക്കിയില്ലെങ്കിൽ ഓരോ മണിക്കൂറിനും ചാർജ് കൂടി വരുന്നതാണ്. അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് ഇറക്കി. ഒന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ ഒരുപാട് വണ്ടി അന്വേഷിച്ചു, വണ്ടിയൊന്നും സെറ്റായി വരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട്, 1-2 വണ്ടിയിൽ സെറ്റായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഉച്ചയൊക്കെ ആവും വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നിക്കപ്പുറത്ത് കണ്ടപ്പോഴേക്ക് ഒരു ചെറിയ സമാധാനം. അപ്പോൾ വന്ന സ്റ്റോറിയെല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് നാട്ടിൽ നിന്ന് വന്ന് RCയിൽ എണ്ണ അടിച്ച് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് സമയം നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലത്തെ ട്രെയിനിൻ്റെ സമയം നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു ഏർലി മോർണിംഗ് എത്താൻ പനങ്ങാടി സ്റ്റോപ്പുള്ള ട്രെയിൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരൂരിലോട്ട് ഹിച്ചേക്ക് ചെയ്തല്ല ബസ്സിന് പോകാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ബസ് വരണമെങ്കിൽ 6 മണി 5:30 ആവും എന്ന് പറഞ്ഞു തിരൂർക്ക്. അപ്പം ഞാനാണെങ്കിലും അവിടെ നിൽക്കുന്നത് 2:30-2 മണി ആ സമയത്താണ്. അതിൽ ഞാൻ ഹിച്ചേക്ക് ചെയ്തു. ചുമ്മാ ഒരു എറണാകുളത്തുള്ളൊരു ചെക്കന് നിർത്തി. അത് ഒരു ലോറി ആയിരുന്നു, ലോഡിങ് വണ്ടി ആയിരുന്നു, ഈ കൊറിയറിൻ്റെ വണ്ടി. അപ്പോൾ അതിൽ അവന് കമ്പനിയായി ഇങ്ങനെ പോകുന്നു. ഞാൻ തിരൂരിലോട്ടാന്ന് പറഞ്ഞു. പിന്നെ കമ്പനിയായി അങ്ങേര് തൃശ്ശൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഏതൊരു സ്ഥലത്ത് ഇറങ്ങി. അതായത് ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂർക്ക് ഏകദേശം 6-7 കിലോമീറ്റർ റേഞ്ചുള്ളൊരു സ്പോട്ടിൽ ഇറങ്ങി. ഞാൻ വണ്ടിയുടെ അടുത്ത് വന്നു. ആളെല്ലാം പേരും കമ്പനി ആയിരുന്നു കേട്ടോ, കിടിലായിരുന്നു, നല്ല സുഖമായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പം അങ്ങേര് ഭയങ്കര വിഷമൊക്കെ പോലെ പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കമ്പനിയായിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പം എന്തോ പോലെ എന്നൊക്കെ പറഞ്ഞു. ആൾ കോൺടാക്റ്റെല്ലാം വാങ്ങി ആ ഒരു വൈബിലോട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കണ്ടപ്പോൾ ഒരു സമാധാനം. വലിയ രീതിക്ക് നമ്മൾ ഇന്നാൾ ട്രെയിനിൽ അയച്ച അത്രയ്ക്കുള്ള സ്ക്രാച്ച് സംഭവമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ലോറിയിൽ ഇവനെ മിക്കവാറും ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുപോകുന്ന സംഭവമായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വണ്ടിക്ക്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് അങ്കിളിന് കല്യാണമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മളെ വണ്ടി ഇത് ഇവിടെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് വരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ പോസ്റ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് വന്നതാണ്. അതായത് നേരെ വന്ന് ഇവിടുന്ന് ട്രെയിനിൽ ഇനിയും തൃശ്ശൂരിലോട്ട് കയറ്റിയിട്ട് പിന്നെ തൃശ്ശൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലോട്ട് അല്ലെങ്കിൽ തിരൂരിലോട്ടെങ്കിലും കയറ്റാന്നുള്ള രീതിക്കാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് പറ്റിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ പോകുന്ന ഒരു ലൈനിൽ മരം വീണിട്ട് ട്രെയിന് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ കാരണം നമുക്കിവിടെ ചെറിയ പോസ്റ്റ് ഇട്ടേക്കുവാണ്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് സീനൊന്നും ഇല്ലാത്ത രീതിക്ക് ഒതുക്കിയിട്ടിട്ട് ഞാൻ നേരെ പോയിട്ട് ഫുഡെല്ലാം കഴിക്കണം. അവിടെ വിശക്കുന്നുണ്ട്, കാരണം ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഒരു കഴിക്കാനുള്ള മെൻറ്റാലിറ്റി മൂടെല്ലാം വന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു വരാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കേട്ടോ നമുക്ക് നമ്മളെ ആർക്കൊക്കെ വില ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമ്മളൊരു പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിതുവരെ എവിടെയും പെട്ടിട്ടില്ല. എനിക്ക് എല്ലാ സംഭവം നല്ലൊരു 8ൻ്റെ പണിയാണ് കിട്ടിയെങ്കിലും എല്ലായിടത്തുനിന്നും സ്മൂത്തായിട്ട് കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക അപ്ഡേഷൻസ് അറിയിക്കാം. മിക്കവാറും നമ്മളെ ഫിറോസ്ക ആയിരിക്കും വരുന്നത്. ഫിറോസ്ക തെറ്റാണ്. ഫിറോസ്ക ടിൻഡുമോനിൽ വന്നിട്ട് നമ്മളതിൽ കൊണ്ടുപോകാമായിരിക്കും മിക്കവാറും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ബാക്കി കാര്യങ്ങൾ. നമുക്ക് ആൾ വന്നിട്ടോ എപ്പോഴേലൊക്കെ ആയിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഞാനിനി ടീയൊക്കെ കുടിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളും കാണിച്ചു തരാം. ട്രെയിനെല്ലാം പോകാൻ ഇന്ന് പുലർച്ചെ 5 മണിക്ക് പോകാനുള്ള ട്രെയിനെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഇത് ട്രെയിനിൻ്റെ സംഭവം റെഡി ആവുകയാണെങ്കിൽ ഇങ്ങനെ ട്രെയിന് അയച്ചിട്ട് ആ ഒരു സെറ്റപ്പും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അങ്ങനെ ഞാനിത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നെല്ലാം ഒന്ന് റിലാക്സ് ആയിട്ട് ഇതുപോലെ ഒന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടിലോട്ട് വന്നതാണ്. കുറച്ചധികം വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ വണ്ടികൾ പോകുന്ന ശബ്ദം വല്ലപ്പോഴും ഉണ്ടെന്നല്ലാതെ വേറെ ഡിസ്റ്റർബ് സംഭവമൊന്നുമില്ല. അപ്പോൾ ഞാൻ റിലാക്സ് ആയിട്ടൊന്ന് ഇനി ഇവിടെ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. ഭയങ്കര ക്ഷീണം. ഇന്നലെ ഒന്നും ഒരു ഫുഡ് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ നിന്ന് നൈസായിട്ട് ഇങ്ങനെയുള്ള ഒരു ഉറക്കമല്ലാണ്ട് വേറെ കൂടുതലൊന്നും ഉറങ്ങിയിട്ടില്ല.
ഇവിടെ വന്ന് ഇറങ്ങിയ പിന്നെ ഉറക്കേ വന്നിട്ടില്ല. പുള്ളി ഇതിനെക്കുറിച്ച് വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കുറച്ചധികം വർക്കുകൾ കിടപ്പുണ്ട്. എൻജിൻ വർക്ക്, അതുപോലെ ടയർ ചേഞ്ച് എല്ലാം ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം വണ്ടിയെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യം. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഫിറോസ്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ്ക ഇവിടെ എത്താൻ ഏകദേശം ഈവനിങ് ഒരു 3 മണിയൊക്കെ ആവും. അപ്പോൾ എനിക്കാണെങ്കിൽ അതുവരെ ഇവിടെ കുത്തുന്നൊരു പോസ്റ്റ് ആവുക. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിരുന്ന തന്നെ പോസ്റ്റായിട്ടാണ് ഞാനിങ്ങനെ വണ്ടി ചുമ്മാ തള്ളി പോകുന്നത്. അപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. എനിക്ക് അത്രയ്ക്ക് പറ്റില്ല വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ. ഒരുപാട് പരിപാടികൾ ചെയ്യാണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പോസ്റ്റായി ഇരിക്കുക എന്ന് പറയുമ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇതും തള്ളി ഇങ്ങനെ വന്നു നൈസായിട്ട്. ഇങ്ങനെ ഒരു കയറ്റമൊന്നുമില്ലായിരുന്നു, ഫുള്ള് സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. തള്ളാൻ ഒരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നൈസായിട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സ്ഥലമാണ് ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിക്കും. നമ്മളെ സച്ചുവിനെ ഞാൻ ചുമ്മാ വിളിച്ചിട്ടുണ്ടാവും, വെറുതെ വിളിച്ചു നോക്കിയാണ്. അതായത് നമ്മുടെ ഡ്യൂക്ക് സെന്നലിൻ്റെ വണ്ടി ഇതുപോലെ ധനുഷ്കോടി വെച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഹിമാലയനിൽ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ സച്ചുവിൻ്റെ കയ്യിൽ ഹിമാലയ ഉണ്ട്. അപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ ആ ഒരു ഫിറോസ് ഖാൻ്റെ വണ്ടിയെ കാലത്തേക്കിനെക്കാട്ടിലും വെറുതെ ഇങ്ങനെ ഫോണുമ്പോൾ കളിച്ചപ്പോൾ ഇങ്ങനെ അവനക്ക് മെസ്സേജ് അയച്ച് സംഭവം ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അവന് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ അവന് ഓക്കെ വരാമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കയറെല്ലാം കളക്ട് ചെയ്ത് അതുപോലെ അങ്ങനെ അത്യാവശ്യം വേണ്ട സംഭവം കളക്ട് ചെയ്തോ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ വന്നത് RCയിലായിരുന്നു. അപ്പോൾ RC നമ്മുടെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ കിടപ്പ്. അപ്പോൾ അതിൽ നിന്ന് ഹെൽമെറ്റും എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവനോട്. അപ്പോൾ അതെല്ലാം ആയിട്ട് അവനിപ്പോൾ വരും. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു വണ്ടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു പാക്കിംഗ് എല്ലാം അയച്ച് ഒന്ന് വൃത്തിയാക്കണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഷൂ എല്ലാം അയച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര വിങ്ങൽ കാല്. അതുപോലെ ഒരു ബോട്ടിൽ വെള്ളവും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ കിടന്നൊന്ന് റിലാക്സ് ആവട്ടെ. ഇന്നലത്തെ ഉറക്കം നല്ലതുണ്ട്. ഞാനിപ്പോൾ എവിടെയും ഇതിനിടയിൽ ഞാൻ ഒരു സ്ഥലത്ത് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബ്രേക്ക് എടുത്തപ്പോൾ തന്നെ ഇരുന്നപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ മാളി ഉറങ്ങി പോവാം. അപ്പോൾ അവൻ വരുമ്പോഴേക്കും ഒന്ന് റെസ്റ്റ് എടുത്തൊന്ന് ഓക്കെ ആവട്ടെ. എന്നിട്ട് അവൻ വന്നിട്ട് നേരെ പോകാം. അവൻ പാവട്ടെ എന്തായാലും. വിളിച്ച ഉടനെ ഓടി വന്നു. നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടികളൊന്നും കിട്ടാനില്ല. എൻ്റെ അപ്പാൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പരയ്ക്കൊരു ഓട്ടോ ഉണ്ട്, അതായത് പാസഞ്ചർ അല്ല ഗുഡ്സ്. അപ്പോൾ അങ്ങേരായിരുന്നു വിളിച്ചാലൊക്കെ പെട്ടെന്ന് വരുന്ന ആ ഒരു ടൈപ്പ്, എല്ലാത്തിനും പെട്ടെന്ന് വരുന്നത്. പക്ഷെ അങ്ങേരുടെ വണ്ടിക്ക് എന്തോ പണിയായിട്ട് വണ്ടി വർക്കിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സംഭവം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കോലം. ഞാൻ ഈ ഒരു കോലത്തിലാകുന്നു തള്ളി കൊണ്ടുവന്നത്. വണ്ടിക്ക് ഡാമേജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വലിയ രീതിക്കുള്ള ഡാമേജ് ഒന്നുമില്ല. നമ്മളെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഇടുന്ന അവിടെ ചെറുതായിട്ട് പെയിൻറ്റ് പോയ ആ ഒരു സംഭവമാണ് ഞാൻ ഇതുവരെ കണ്ടത്. അപ്പോൾ ഇനി ഇത് അയക്കുമ്പോഴെല്ലാം ഇതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ കണ്ട ആപ്പാടെ ഒരു ഡാമേജ് ഈ ഒരു ഡാമേജാണ്. ഹാൻഡിലിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കയറ്റുന്ന സമയത്തേ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചെറിയ കോറൽ പോലുള്ള സംഭവം. പിന്നെ ഒന്ന് കഴുകി എടുക്കണ വണ്ടി, അപ്പം നോക്കിയാവുന്നതാണ്. എന്തായാലും ഞാനിവിടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഒരു അരമണിക്കൂർ ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് ഈ ഒരു വണ്ടീൻ്റെ ഒരു സംഭവം എല്ലാം അയച്ച് മാറ്റി ഒന്ന് വൃത്തിയാക്കി പാക്ക് ചെയ്തെടുത്ത്, ഇതെന്തായാലും ഇവിടെ പോകാൻ പറ്റില്ല, പാക്ക് ചെയ്തെടുത്ത് വണ്ടിയുടെ ബാക്കിൽ എവിടെയെങ്കിലും കെട്ടി വെച്ചിട്ട് നമുക്ക് അവനെയും കാത്തി ഇവിടെ ഇരിക്കാം. എന്നിട്ട് അവൻ വന്നിട്ട് വണ്ടീൻ്റെ ഫോർക്കിൽ ഫ്രണ്ടിലത്തെ ഒരു ഫോർക്ക് ഭാഗത്തിൽ അവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ട് നേരെ അവൻ്റെ ഹിമാലയനിലോട്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് പോകാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. എന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടണം വണ്ടി. എന്നിട്ട് നാളെ അവർ വർക്ക് ചെയ്ത് മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും വണ്ടി കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കയറിപ്പോയാൽ 3 ദിവസം 4 ദിവസമൊക്കെ പിടിക്കും. ഗൈസ് ഞാൻ എൻ്റെ റെസ്റ്റ് എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഫോണിൽ കുറച്ച് നേരം കളിച്ചിരുന്നപ്പോഴേക്കും സമയം പോയി. അപ്പോൾ ഞാനിനി ഈ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്ത് വെക്കട്ടെ. അവൻ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്രീ ആയി ഇങ്ങനെ നിൽക്കാം. അതാകുമ്പോൾ അവർക്ക് പോസ്റ്റ് ഉണ്ടാവില്ല, നേരെ പോകുന്ന കുളത്തിലാക്കാം. എന്തായാലും അവന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വരുവാണ്. അപ്പോൾ അവന് പോസ്റ്റ് കൊടുക്കരുത്. ഇൻസ്റ്റാഗ്രാം നമ്മളെ ചെക്ക് ചെയ്ത് അങ്ങനത്തെ സാധിക്ക്
അതെ, നമ്മളെ വണ്ടി ഇതേ താഴെട്ടോ. നമ്മൾ പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതെ, നമ്മളെ സച്ചു ഇവിടെ ഇരിക്കുന്നു. അതേ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി വെച്ചുവിടോ. അപ്പോൾ നീതു ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കയറ്റി വെക്കാൻ. എന്നിട്ട് നമ്മോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലോസ് ആണ് ഗായ്സ്. അങ്ങനെ ഇന്നലെ ഞാൻ എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇന്ന് രാവിലെ ആയാലും പിന്നെ കെട്ടിപ്പറക്കി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണ്ടേ. ഇന്നലെ ആകുമ്പോൾ അവൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പണമ്പുറക്ക് വിളിച്ചപ്പം നീതുവേട്ടൻ വിളിച്ചപ്പം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ ഒരു സംഭവം എല്ലാം പൊക്കിയിട്ട് ഉള്ളി കൊണ്ട് വെച്ചാൽ മതി, ചാവി അതിൽ തന്നെ കടന്നോട്ടെ. ചാവി പിന്നെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാവി ഞാൻ ഇന്ന് രാവിലെ അനിയൻ്റെ കയ്യിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പിന്നെ വണ്ടി അവിടെ വെച്ച് എല്ലാം ഒന്ന് സേഫ് ആയപ്പോഴാണ് ഒരു സമാധാനം. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് കിടന്ന് അപ്പം തന്നെ കിടന്നുറങ്ങി. ഫോണിൽ കളിച്ചിരുന്നു, പക്ഷേ ഉറങ്ങിപ്പോയി. കാരണം ഞാൻ മിനിയാന്നൊന്നും പൊടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അതിന് നല്ല ദിവസമൊന്നും ഇങ്ങനെ ഇതാലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ഉറക്കൊരു നേക്ക് കിട്ടാത്ത പോലെയാണ്. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം ഒരു 4 മണി 4:30 ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് എണീറ്റേ. അപ്പം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ എന്തായാലും വണ്ടി അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയും പോസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തേനി. പിന്നെ ഡ്യൂക്ക് ചാനലിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടപ്പം, അതായത് വീഡിയോ കണ്ടേനി ഹിമാലയയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അവൻ 220 കൊണ്ടുവരുന്നത്. അപ്പോൾ 220 കൊണ്ടുവന്ന ശരിക്കും സ്പ്ലെൻഡർ കൊണ്ടുവരാൻ നല്ല അടിപൊളിയായിരിക്കും. ഹിമാലയയിൽ കൊണ്ടുവരാൻ നല്ല സ്മൂത്ത്, ഒന്നും കൂടി സുഖമായിരിക്കും. അങ്ങനെ ഞാൻ ചുമ്മാ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കണ്ട് തിരിച്ച് വിളിച്ച്. അപ്പോൾ അവന് കേട്ടപ്പോൾ തന്നെ സംഭവം പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്നതാണ്. ഇപ്പോൾ സച്ചു എന്നൊക്കെ പറയുമ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങനെ വരും, പെട്ടെന്ന് വരും എന്നുള്ള കാര്യമൊന്നും. അവന് നമുക്ക് കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കയറെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കയറ് വാങ്ങിച്ച് എല്ലാം ഓടിയെത്തി അവൻ. എന്തായാലും അവനക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വണ്ടി നാട്ടിലെത്തിച്ചേ. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സമാധാനം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പീസായിട്ടിരിക്കണം. നമ്മളെ വണ്ടി എല്ലാം ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഉറങ്ങാനും പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ തന്നെ പറ്റുന്ന അങ്ങനെയുള്ളൊരു സമയത്തായിരിക്കും. അപ്പോൾ ഇനി പോയിട്ട് വണ്ടിക്ക് എന്താണ് സംഭവം, ഇന്ന് അവരെന്തായാലും അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നെന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് സംഭവം, അത് സംഭവിക്കാനുള്ള കാരണം എന്താണ്, എല്ലാം ഇന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് അടിപൊളിയായിട്ട് പണിത് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. പെട്ടെന്നൊരു ശബ്ദം മാറി പെട്ടെന്ന് അങ്ങനെ കംപ്ലൈൻ്റ് ആകുമെന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു ഡൗട്ടുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മോട്ടീവിൻ്റെ ഓയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഹീറോൻ്റെ ഒറിജിനൽ ഓയിലിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇനി ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയതുകൊണ്ട് ആ ഒരു ഒറിജിനൽ ക്വാളിറ്റിന് വെല്ലാനുള്ള ക്വാളിറ്റി ഒന്നും വേറെ ഇതുണ്ടാവില്ല എന്നുള്ളൊക്കെ ഒരു വിശ്വാസം കൊണ്ട് അതല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് നീതുവേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, ചോദിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവിടോട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ വണ്ടിയും ഞാനും എല്ലാം സേഫായിട്ട് നാട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു റെയിൽവേ കൊറിയർ ഭാഗത്തുനിന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഡാമേജസ് ഒന്നും വലിയ രീതിക്കില്ല. പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡുള്ള പോലെയൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹാൻഡിലിൻ്റെ പുറത്ത് ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷനിൽ എന്തെങ്കിലും ലോഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് വലിയ രീതിക്കൊന്നും അത് ബാധിച്ചില്ല. ആ ഒരു ബോഡിയെയും ഇൻഡിക്കേറ്റേഴ്സിനെയും ഒന്നും ബാധിച്ചില്ല. നമ്മൾ ഇന്നാൾ കയറ്റി വെച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ഫുള്ളി ഡാമേജ് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു പോസിറ്റീവ് ഒരു സമാധാനമുണ്ട്, വണ്ടിക്ക് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കേട്ടോ. പാക്കിങ് അടിപൊളിയായിരുന്നു. മുമ്പ് ചെയ്ത പാക്കിങ്ങിനെക്കാട്ടിലും നല്ല രീതിക്ക് കിടിലം പാക്കിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെ കംപ്ലയിൻസ് എന്നുള്ള കാര്യമൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പോയ ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാം ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നോക്കിയായിട്ട് ഇങ്ങനെ അതിരുന്ന് എഡിറ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഒരു ട്രാവൽ വ്ലോഗ് എഡിറ്റ് ഇതെന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വണ്ടിയുടെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ട്രാവൽ വ്ലോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണം. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടിക്ക് പറ്റിയ സംഭവങ്ങളും വണ്ടി കംപ്ലൈൻറ്റ് നന്നാക്കി ഇറക്കിയ ഒരു വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് ട്രാവൽ വ്ലോഗ് എഡിറ്റ് ചെയ്യാൻ നിൽക്കുകയെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞില്ല കേൾക്കുന്നില്ല, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.